ഞാൻ കണ്ട സ്വപ്നങ്ങൾ. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി 10ാമത്തെ ഷോറൂംസിൽ നിന്നാണ് ഞാൻ ഈ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഞാൻ എൻ്റെ ടീമിനെയും വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാനാണ് പഠിക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഞാൻ ഓക്കെ ആണെന്നുള്ള എൻ്റെ ലൈഫിൽ ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ വിചാരിച്ചാൽ അത് ചെയ്തിരിക്കും എന്നുള്ള വലിയൊരു കോൺഫിഡൻസ് എന്നിലുണ്ട്. രണ്ടാമത് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ അതിനെ ഒരു ഗോള് സെറ്റ് ചെയ്തെന്നുള്ള ആ ഗോളുകളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഈ പറയുന്ന ആൾ അത് 100% സക്സസ് ആക്കി ഇംപ്ലിമെൻ്റ് ചെയ്ത ആളാണ്. ഞാൻ 10ാമത്തെ ഷോറൂമിൽ നിന്ന് 100ാമത്തെ ഷോറൂമിലേക്ക് ആ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഞാനത് ഒരു 20, 25 അല്ലെങ്കിൽ 30 ഷോറൂംസിൽ ചിലപ്പം നിന്നേക്കാം. അപ്പം ഞാൻ വലുതായിട്ട് സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ട് ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര ഞാൻ നല്ല രീതിയിൽ അതിനെ പ്ലാൻ ചെയ്ത് അതൊരു ഗോളാക്കി അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് ചെയ്ത് അത് സക്സസ് ആക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ ഞാൻ മൂന്നാമത് കാണിച്ചത് നേരത്തെ അതായത് ചോദിച്ചതുപോലെ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഇൻഡസ്ട്രിയിൽ അതായത് ഞാൻ നടത്തുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇപ്പം റിലയൻസ് ക്രോം ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ ധൈര്യം കാണിച്ച ഒരാളാണ്. 2017 ഞാനിവിടെ കോഴിക്കോട് പൊറ്റമൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഏകദേശം 9,000 സ്ക്വയർ ഫീറ്റാണ്. 9,000 സ്ക്വയർ ഫീറ്റിൻ്റെ അന്നത്തെ റെൻറ്റ് തന്നെ ഹ്യൂജാണ്. അത്രയും വലിയൊരു ഷോറൂം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ല. അതൊരു മൊബൈൽ ഫോൺ മാത്രമാണ്, മൊബൈൽ ഫോൺ വിൽക്കുന്നത്. ഹോം അപ്ലയൻസ് ഒന്നും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. രണ്ടാമത് കാണിച്ചതെന്ന് വെച്ചാൽ മോഹൻലാലിനെ പോലെ ഒരു വലിയ താരത്തെ ഈ മൊബൈൽ വിൽക്കുന്ന കടക്കാരൊന്നും ഒരാൾ പോലും അന്ന് ബ്രാൻഡ് അംബാസഡറായിട്ട് എടുത്തിട്ടില്ല. അപ്പം 2017 മുതൽ നമ്മുടെ യാത്രയിൽ ലാലേട്ടനുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ധൈര്യങ്ങൾ നമ്മൾ എടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റുകളും എൻ്റെ ജീവിതത്തിൽ വലുതാണ്. ഒന്ന്, ഞാൻ എന്നിൽ കാണിച്ച ട്രസ്റ്റ്. രണ്ടാമത്, ഞാൻ അതിന് കൃത്യമായിട്ട് അതിന് ഗോൾ ചെയ്ത് അത് ഇതാക്കി. മൂന്നാമത്തത്, ഞാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ ഓണത്തിൻ്റെ മാർക്കറ്റിങ് വലിയ രീതിയിലുള്ള ഒരു മാസ് ഡയലോഗായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ നല്ല സംവിധാനം ചോദിച്ചാൽ ഷൂട്ട് ചെയ്യുന്നു. ഈ സ്ക്രിപ്റ്റിലൊക്കെ ഇടപെടുമോ? തീർച്ചയായിട്ടും എല്ലാ സ്ക്രിപ്റ്റിലും ഇടപെടും. എങ്ങനെയാണ് അതിൻ്റെ? നമുക്ക് ഓൾറെഡി ഇൻഹൗസ് ആയിട്ട് ഒരു ടീമുണ്ട്. അനീഷാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പം ആത്മജൻ പ്രഷോഭ് എന്ന് പറഞ്ഞിട്ട് അവരാണ് അതിൻ്റെ ലീഡേഴ്സ്. അപ്പം അവരത് നന്നായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഓണാകുമ്പോൾ ഓഗസ്റ്റിലാണ് ഓണം. അപ്പോൾ ഞങ്ങളൊരു ഫെബ് മാർച്ചിൽ തന്നെ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടത്തി ക്ലോസ് ചെയ്ത് ഒരു ഏജൻസിയോട് അത് ഡിസ്കസ് ചെയ്യും. അവരൊരു 2-3 ഓപ്ഷൻസ് തരും. അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കിട്ടും. ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് വിജയമാണെന്ന് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കും. നമ്മൾ കാണല്ലോ, നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ 2006 തുടങ്ങിയതാണല്ലോ ഈ പണി. പണി നമ്മളെ പഠിപ്പിക്കണ്ടല്ലോ, നമ്മൾ നേരത്തെ പണി പഠിച്ചാണല്ലോ. നമുക്ക് ദൈവം സഹായിച്ചിട്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ മാർക്കറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സിന് ഇത്രയും മാർക്കറ്റ് വേണമെന്ന് തോന്നുന്നു. നമ്മൾ മൈജി എല്ലാവരും മനസ്സിലെത്തിക്കഴിഞ്ഞു. മൈജി നമ്മുടെ മനസ്സിലുണ്ട്. നടന്നു പോയാൽ മൈജി ഷോറൂം അവിടെ കയറാൻ തോന്നും. ഇനിയും മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എന്താണ്? ആ മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്രാൻഡ് ലൈവായിട്ട് നിൽക്കുന്നു. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഫേഴ്സുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, പുതിയ മോഡൽസുകൾ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ ഷോറൂം, ആദ്യം തുടങ്ങിയ ഷോറൂം തൊട്ട് ഇപ്പോൾ ഉള്ള ഷോറൂം വരെ സെലിബ്രിറ്റികളില്ലാതെ ഇനാഗ്രേഷൻ നടക്കാറില്ല. ആദ്യ ഷോറൂം ഇനാഗ്രേഷൻ ചെയ്താരാ? ആദ്യ ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്തത് ഒരു മേയറാണ്. ഫസ്റ്റ് ഷോറൂം മേയറാണ്. പിന്നെ വാപ്പിച്ചു. പിന്നെ സെലിബ്രിറ്റികളെ വേണമെന്ന് ഏത് ഷോറൂം? സെക്കൻഡ് ഷോറൂം മുതൽ. സെക്കൻഡ് ഷോറൂം. പിന്നീട് എല്ലാ ഷോറൂമിലും പിന്നെ വാപ്പിച്ചു തന്നെ പറഞ്ഞത്. അപ്പം പ്രത്യേകിച്ച് ആ സമയങ്ങളിലൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ സെലിബ്രിറ്റി ഒക്കെ ഇനോഗ്രേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരു നെഗറ്റീവാണ്. പക്ഷെ വാപ്പിച്ചു അതൊക്കെ പോസിറ്റീവാണ്. അതൊക്കെ വേണമെന്നാണ് പറയുന്നത്. എന്താണ് നെഗറ്റീവ്? അങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ഒക്കെ ഇനോഗ്രേറ്റ് ചെയ്താൽ അത് അത്ര സക്സസ് ആവില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു വേറെയുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലോ. ഒരു ഓർത്തഡോക്സ് ചിന്താഗതി. പക്ഷെ പുള്ളിക്കാരൻ നേരെ തിരിച്ചാ. നേരെ തിരിച്ചാ. അത് വേണം. അല്ല, അത് ആ രീതിയിൽ വേണം. നമ്മൾ തുടങ്ങുന്ന എന്താണ് നമ്മൾ ചെയ്യുന്ന സ്ഥാപനം,
അപ്പോൾ അത് നീഡാണെങ്കിൽ അത് ചെയ്യണമെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണ്. ആ. ഈ ആവശ്യമില്ലാത്തടത്തല്ല. ലാലേട്ടുമായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി ഒരുമിച്ച്? 2016 തുടങ്ങി, 16 ലാസ്റ്റിലെ. ലാലേട്ടനിൽ നിന്നും മാറി ചിന്തിച്ചിട്ട് പോലും നമ്മള് ഒരിക്കലും ഇല്ല. ലാലേട്ടനാണ് നമുക്ക് വേണ്ടത്. ലാലേട്ടൻ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ബ്രാൻഡ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഗ്രോത്തുകൾ പുള്ളിയിലൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഞ്ജുവും കൂടെ ചേർന്ന്. തീർച്ചയായിട്ടും. മഞ്ജു നമുക്ക് വരാനുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾ റീസെൻ്റ്ലി ആണ്, ഞങ്ങൾ 1.5 വർഷം മുമ്പാണ് ഞങ്ങൾ ഹോം അപ്ലയൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ ഒരാളെ സെലക്ട് ചെയ്ത സമയത്ത് 100% മാർക്ക് മഞ്ജുവിന് തന്നെ കൊടുത്തു. എല്ലാവരും കുറെ ഓപ്ഷൻ വന്നിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അല്ലേ? കുറെ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, മഞ്ജുവിലേക്ക് തന്നെ പോയി. ഈ പൊതുവെ ഇപ്പം ലാലേട്ടൻ്റെ കാര്യം വെറുതെ പുറത്ത് പറയുന്ന സംസാരങ്ങളുണ്ട്. ലാലേട്ടൻ്റെ ഈ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് പറയുന്നതാണ്. ഷാജിക്കാൻ കേട്ടിട്ടുണ്ടാവും. ലാലേട്ടൻ്റെ പൈസ മുടക്ക് ഇതിനകത്തുണ്ട്. അത് മൈജി ഷാജിയുടെ മാത്രമല്ല, ലാലേട്ടനും കൂടെ ഷെയറുള്ള ആണല്ലോ. അതാണല്ലോ ലാലേട്ടൻ ഇത്ര വർഷമായിട്ട് ഇതിൽ തന്നെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവർക്കുള്ള മറുപടി എന്താണ്? അപ്പോൾ ഞാനൊന്ന് ചിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൽ മനസ്സിലാവും, ഉണ്ടെങ്കിൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ എല്ലാം മനസ്സിലാവല്ലോ. അല്ല, ഇത് കേൾക്കുന്നതാണല്ലോ. എൻ്റെ അടുത്തും ചോദിച്ചു, ഞാൻ ഇപ്പൊ ഷാജിക്കായിട്ട് ഇത്ര അടുത്തേക്കും എന്നോട് ലാലേട്ടൻ്റെ ഷെയർ ഉണ്ടല്ലോ അല്ലേ? ലാലേട്ടനും അറിയാം, ലാലേട്ടനും അറിയാം. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എന്റെ അറിവില്ല, ഞാനും ഈ ചിരിച്ച് കാണിക്കാറുണ്ട്. അതെ, ഇതുപോലെ ഞങ്ങൾ കൃത്യമായും പുള്ളിയുടെ റെമുനറേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കണക്കിൽ കാണാലോ, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അല്ല ഇങ്ങനെ പക്ഷെ പുള്ളി ഒരുപാട് നമുക്ക് 2 പേരും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. 2017 മുതൽ നമുക്ക് പിന്നെ ഒരുപാട് സപ്പോർട്ടുകൾ നമ്മളെ വളർച്ചയിൽ അവർ ഒരു ബ്രാൻഡ് അംബാസഡർ എന്നുള്ള നിലയിൽ അവർ തന്നിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള എൻ്റെ ടീം വർക്ക്, എൻ്റെ ഈ 2580 പേര് എന്നെ വിട്ടുപോയ ആൾക്കാരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് മജിക്കുണ്ടായത്. അവർ ടീം വർക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളൊരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ഇത് കൊണ്ടുവന്നത്. എല്ലാം ഒരു ഫാമിലി കൾച്ചറാണ്. ഞങ്ങളിവിടെ ഗുഡില്ല, ഹാപ്പിയാണ്. ഹാപ്പി മോർണിംഗ്, ഹാപ്പി ഗുഡ് ആഫ്റ്റർനൂൺ, ഹാപ്പി ഈവനിങ് ആണ്. അത് സ്റ്റോറിലായാലും അങ്ങനെ തന്നെ. എല്ലാം സന്തോഷത്തിൽ വേണമെന്നാണ്. ആ സന്തോഷത്തിൽ തുടങ്ങണം, സന്തോഷത്തിൽ അവസാനിപ്പിക്കണം എന്നുള്ള. ഈ ഷാജിക്കാക്ക് ലാലേട്ടനെ മഞ്ജുവിനൊക്കെ വെച്ച് പറിച്ചു ചെയ്യുമ്പോൾ ഷാജിക്ക അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ചെറിയ ചെറിയ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്വയം ഒരു ബ്രാൻഡായി എന്താ കുഴപ്പം? അത് ഇപ്പം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്റർവ്യൂവിൽ തന്നെ മാറി നിൽക്കാന്നുള്ള കുറേ ദിവസമല്ലേ വിളിക്കുന്നു. അല്ല, അങ്ങനെ ചെയ്യണതിൽ കുഴപ്പമുണ്ടോ? അല്ല, അത് ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ പുറത്തോട്ട് കുറച്ച് വരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ചെയ്യില്ല എന്ന് നമ്മൾ പറയുന്നില്ല. ചെയ്യില്ല എന്ന് ഒരു കാരണവും ചെയ്യില്ല എന്നൊന്നും പറയില്ല. നാളെ അപ്പം അത് എങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ അവർ വേണ്ടെന്നൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും ഒരു കൈ നോക്കാന്നുള്ളതുണ്ടല്ലോ. അല്ല, ലാലേട്ടൻ പറയാറില്ല. ലാലേട്ടൻ ഒഴിവാക്കാൻ ആഗ്രഹമില്ല. ലാലേട്ടനെ ഒഴിവാക്കാൻ ആഗ്രഹമില്ല. ലാലേട്ടൻ സ്വയം മാറിയാലുള്ളൂ. അതെ, നമ്മൾ ലാലേട്ടനെ പരസ്യമില്ല. അത് എല്ലാ സീസണിലും അങ്ങനെ തന്നെയല്ല പോകുന്നത്. നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഒഴിവാക്കേണ്ട ആവശ്യം? എഗ്രിമെന്റ് എങ്ങനെയാണ്? ഇപ്പം ഓരോ താരങ്ങൾക്ക് ഇത്ര വർഷം ഒന്നുണ്ടല്ലോ. നമ്മുടെ പുതിയൊരു പരസ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 വർഷമായിരിക്കും തരിക, 2 വർഷമാണ് തരുന്നത് അല്ലേ? 2 വർഷം കഴിയുമ്പോൾ വീണ്ടും അടുത്ത ആഡിലേക്ക് പോവാണോ, അതോ അത് പുതുക്കാം? പുതുക്കാം. അതൊരു ലോങ് ടേം അങ്ങനെ പോവല്ലേ. നമ്മളത് അങ്ങനെ ഒരു ഇതൊന്നും വെക്കുന്നില്ലല്ലോ. ഒരു ആഡിന് ലാലേട്ടനൊക്കെ ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസമൊക്കെ ആയിരിക്കും തന്നെ. എത്ര ഷൂട്ട് ചെയ്യും നിങ്ങൾ? അത് ഓരോരോ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടല്ലേ. എങ്കിലും ഏറ്റവും ഞങ്ങളൊരു 6 മാസത്തേക്കുള്ളൊക്കെ ഒരു 6 മാസത്തേക്കുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഊറ്റിയെടുക്കും. നിങ്ങൾ ഊറ്റിയെടുക്കും. എടുക്കുന്നതല്ല, അത് അവർക്കൂടി ഭയങ്കര താല്പര്യമാണ്. ഇപ്പം നമ്മളെ ലാസ്റ്റ് ആഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം മഞ്ജു ലാലേട്ടൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടില്ല. അപ്പം വടംവലി ആയിക്കോട്ടെ, മാസമായിരിക്കോട്ടെ, സെറ്റിൽ തന്നെ ഭയങ്കര ഒരു ഹാപ്പി, അവരൊരു എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അവർക്ക് ഇഷ്ടമാണ്. ആ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യും. അപ്പൊ അവര് നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമാണല്ലോ. തീർച്ചയായും അവർക്ക് എത്ര സമയം വേണം നമ്മുടെ അടുത്ത് ചെലവഴിക്കാൻ അവരുടെ മനസ്സുണ്ട്. അത് അവര് ചെയ്യുന്നതാണത്. അവരുണ്ട്. അവരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഈ സ്ക്രിപ്റ്റ് ജിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ. എനിക്കെല്ലാം അറിയാത്ത ഇത്ര സമയം കൊണ്ട് ഷൂട്ട് ചെയ്യാം, അവർക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. അപ്പോൾ അവർ നന്നായിട്ട് അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഷൂട്ട് 9 o'clock ലാലേട്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 12 മണി വരെ രാത്രി ലാലേട്ടൻ നിൽക്കും. അല്ലോ, അത് അവരോട് ബ്രാൻഡിനോട് ഭയങ്കര ഡെഡിക്കേഷൻ അല്ലേ ലാലേട്ടൻ. അതൊരു ആത്മാർത്ഥതയാണ് ഭയങ്കരമായിട്ട്. ലാലേട്ടൻ ഷൂട്ടിങ്ങിനും അങ്ങനെ തന്നെയാണ്. അതെ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഷൂട്ടിങ്ങിന് നമ്മളിതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഷൂട്ടിങ്ങിനും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഏത് സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എത്തും. പിന്നെ തീർന്നില്ലെങ്കിൽ ഒന്നും കൂടെ നന്നാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആക്കാനാണ് നോക്കുക. അത് പെട്ടെന്ന് കഴിച്ചു പോകാനല്ല, എത്രത്തോളം നന്നാക്കാൻ പറ്റും എന്നല്ല.